അങ്ങനെ ഫുട്ബോൾ ലോകകപ്പ് കഴിഞ്ഞു. ഫുട്ബോളിൻ്റെ ട്രാൻസ്ഫർ വിപണി ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ വേൾഡ് കപ്പോടെ അവരുടെ പ്രൈസ് ടാഗ് ഒന്നുകൂടി ഉയർത്തി, ചിലരുടെ പ്രൈസ് ടാഗ് ഒന്ന് താഴ്ന്നിട്ടുണ്ടാവും. മൊത്തത്തിൽ ഇതൊരു ചന്ത ലെവൽ പരിപാടിയാണ്. ഇങ്ങനെ പ്രൈസും ഇതൊക്കെ നമുക്ക് ഒറ്റടിക്ക് നമുക്ക് 3 പേർക്ക് ഡിസ്കഷനിലിരുന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലെ എല്ലാ വിവരപ്പട്ടികയും നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. കാരണം നമ്മളൊരു സ്റ്റോറിൽ പോയാൽ കാണാം, ഫസ്റ്റ് തൊട്ടിട്ട് ഒരു 10-25 ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കതെല്ലാം കാണാൻ പഠിക്കാൻ പറ്റില്ല, കാരണം അത്രയും നമ്പേഴ്സ് ഉണ്ട് ഇതിൽ. ഈ ട്രാൻസ്ഫർ ഫീ, ആഡ് ഓൺസ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകളൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ബാഴ്സലോണയിൽ നിന്ന് തുടങ്ങാം. ബാഴ്സലോണ നമുക്കറിയാം കടങ്കേറിയ ഒരു ക്ലബ്ബാണ്. പൊതുവേ എതിരാളികൾ അങ്ങനെ പരിഹസിക്കുന്നതാണ്. കഴിഞ്ഞ 1-2 ട്രാൻസ്ഫർ വിപണിയിലൊന്നും കാര്യമായി ഇടപെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ പലരെയും അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എത്താൻ പറ്റില്ല. അപ്പോൾ നീക്കോ വില്യംസൊക്കെ ഉദാഹരണം. കഴിഞ്ഞ വർഷം ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. 1-2 മാസം നീക്കോ വില്യംസ് വരും വരില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ബാഴ്സ ഒരു നല്ലൊരു സൈനിങ് നടത്തി. പ്രധാനപ്പെട്ടത് ആൻ്റണി ഗോർഡനാണ്. ആൻ്റണി ഗോർഡൻ ഞാൻ വിചാരിച്ചിരുന്നു അയാൾ പ്രീമിയർ ലീഗിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുമായിരുന്നു. പക്ഷേ സർപ്രൈസായിട്ട് അയാൾ ബാഴ്സയിലേക്ക് വന്നു. പൊതുവേ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് അങ്ങനെ സ്പാനിഷ് ലീഗിലേക്ക് പോകുന്നത് തന്നെ കുറവായിരുന്നു. ആ ഒരു പതിവ് തെറ്റിച്ചത് മാർക്കസ് റാഷ്ഫോർഡാണ് ബാഴ്സയിലേക്ക് വന്ന്. അതിനു മുമ്പ് ജൂഡ് ബെല്ലിംഗാം ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ബെക്കാം, അങ്ങനെ ഒരു അപൂർവം പേരെ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ കാണാറില്ലായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ ആൻ്റണി ഗോർഡനാണ്. പിന്നെ ഒന്ന് കരീം എഡേമി, ഡോട്ട്മുണ്ടിൽ നിന്ന് വന്ന ഒരാൾ. പിന്നെ അവിടെ ഏറ്റവും വലിയ റൂമർ നടക്കുന്നത് ഹ്യൂലിയൻ അൽവാരസിനെ കുറിച്ചാണ്. അത് അത്ലറ്റിക്കോ മാഡ്രിഡും ഇവരും തമ്മിൽ വാഗ്വാദം വരെ ഉണ്ടായെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നൂറൊക്കെ എന്താണ് ഒരു ബാഴ്സയുടെ ട്രാൻസ്ഫർ പോളിസിയെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ ഞാനതിൻ്റെ ഒരു ഗെയിം സൈഡിൽ നിന്ന് പറയാം. ആൻ്റണി ഗോർഡൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇപ്പോൾ ആ പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് റഫീന. അപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാർസയിൽ റഫീനക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി മാർക്കസ് റാഷ്ഫോർഡ് പോകാമെന്നുള്ളതുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അതിലൊരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആയിരുന്നു. കാരണം റാഷ്ഫോർഡ് ഉണ്ട് അവിടെ, റഫീന ഉണ്ട്, പിന്നെ എന്തിനാ ആൻ്റണി ഗോർഡൻ വരണം എന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം പോയതോടുകൂടി ആൻ്റണി ഗോർഡൻ എന്തുകൊണ്ടും ബാർസലോണയ്ക്ക് വേണ്ട ഒരു പൊസിഷനിലുള്ള ഒരാൾ തന്നെയാണ്. ആ ഒരു സ്ക്വാഡ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ആ ഒരു വിങ്ങിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ബാർസ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനിയിപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, അത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ എന്തുകൊണ്ടും ആൻ്റണി ഗോർഡന് പറ്റും എന്നുള്ളതാണ്. കാരണം ആളുടെ ഇനിയിപ്പോൾ വേൾഡ് കപ്പിലെ പെർഫോമൻസ് ആണെങ്കിലും ന്യൂ കാസിൻ്റെ കൂടെയുള്ള റണ്ണാണെന്നുണ്ടെങ്കിലും ആൻ്റണി ഗോർഡൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്. ആളുടെ സ്റ്റാറ്റ്സ് നല്ലതാണ്. ഇനി കരീം എഡേമിയെ പറയുമ്പം ഇപ്പോൾ ഈ ജർമ്മനീൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പം എന്തുകൊണ്ട് ഈ പ്ലെയറിനെ എടുത്തില്ല എന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ ടീമിൻ്റെ. അതിൽ ഏറ്റവും പ്രധാന പേര് വന്നത് കരീം എഡേമി ആയിരുന്നു. അപ്പോൾ എഡേമിയെ പോലത്തെ ഒരു പ്ലെയർ വരുമ്പോൾ പലപ്പോഴും ബാർസലോണയ്ക്ക് എഡേമി നന്നായിട്ട് ഗോൾ സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ ബാർസലോണയ്ക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലെവൻഡോസ്കി എന്ന് പറഞ്ഞ താരം ഉണ്ടായിരുന്നു, ഫെറൻ ടോറസ് ഉണ്ടായിരുന്നു. ഫെറൻ ടോറസിൻ്റെയും PSG എനിക്ക് തോന്നുന്നു റൂമേഴ്സ് നടന്നുകൊണ്ട് നിൽക്കുകയാണെന്നുള്ളത്. ലിവർപൂളും ഉണ്ട്. അപ്പോൾ ഫെറൻ ടോറസ് പോവുകയാണ്. പക്ഷേ ഈ വേൾഡ് കപ്പ് ഫൈനലിൽ ഗോൾ അടിച്ചോടുകൂടി അതൊരു സങ്കടമുള്ള ഫാക്ടറാട്ടോ ഫെറൻ ടോറസ് പോകുന്നത്. ഫെറൻ ടോറസ് പോവുകയാണ്. പിന്നെ ലെവൻഡോസ്കി തന്നെ ആ ഒരു ടൈമിൽ ആളുടെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പല ടൈമിലും ലെവൻഡോസ്കി ആസ് എ സ്ട്രൈക്കർ ആളെവിടെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് ആൾക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ആ രീതിയിൽ ആൾക്ക് ഗോൾ പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആളുടെ ഈ ഇൻകൺസിസ്റ്റൻസി മൂലം, അതുപോലെ തന്നെ ഫെറൻ ടോറസ് ഈ ചാൻസ് മിസ്സാക്കുന്നു, അല്ലെങ്കിൽ ചാൻസ് കിട്ടിയാൽ പോലും അത് അടിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ പല ടൈമിലും ബാർസലോണയിൽ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ലൈനിൽ വരുമ്പം ആരാണ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, ഒരു സ്ട്രൈക്കർ ഇല്ലാത്തൊരു എഫക്റ്റ് ബാർസക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കരീം എഡേമിനെ പോലത്തെ ഒരു പ്ലെയർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ആ ഒരു സോണിൽ അൽവാരസ് വരുമോ വരില്ല എന്നുള്ളത് സംശയമുള്ള സംഭവമാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്ത പെർഫോമൻസ് വെച്ചിട്ട് ആൽവാരസ് വന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടും ബാഴ്സലോണയ്ക്ക് അത് നന്നായിട്ട് അഡ്വാൻറ്റേജ് ആവും. കാരണം ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്, പലപ്പോഴും ആൽവാരസ് പെർഫോം ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ചാൻസ് കിട്ടുമ്പം ഏത് സോണൊന്നും ഗോൾ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് ആൽവാരസ്. അപ്പോൾ ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാർസ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നുള്ള ഫൈറ്റിനേക്കാളും ഫാബ്രിസിയോ റൊമാനോ ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇവർ 3 പേരും തമ്മിലാണ് ആ ഒരു മീഡിയ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈമിൽ നമ്മൾ വിശ്വസിച്ചു ആൽവാരസ് വന്നു എന്നുള്ളത്. ഹിയർ വി ഗോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇടുമ്പോഴത്തേന് നമ്മൾ മലയാളികളുടെ പ്രവണതയാണ് അത് വിശ്വസിക്കുക എന്നുള്ളത്. പക്ഷെ അതിപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നു ബാർസലോണയ്ക്ക് നന്നായിട്ട് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റിംഗ് പ്ലെയർ തന്നെ ആവും എന്നുള്ളത്. ബാഴ്സയിൽ നിന്ന് നേരെ റയലിലേക്ക് പോകണം. കാരണം ബാഴ്സയുടെ നമുക്ക് ഏറെക്കുറെ പ്രെഡിക്റ്റബിളാണ്. ഒരേ കോച്ചാണ്, കാര്യമായ ട്രാൻസ്ഫറുകളും ഇല്ല. 1-2 പേരെ മാറ്റി നിർത്തിയാൽ നമുക്കറിയാം അടുത്ത വർഷം ഈ ഐലൻഡ് ഡിഫൻസ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ റയലൊരു കംപ്ലീറ്റ് ചേഞ്ചിന് ഒഴിക്കുകയാണ്. കാരണം മൗറീഞ്ഞോ വന്നു, പിന്നെ ഗംഭീരമായ ചില ട്രാൻസ്ഫറുകൾ നടത്തി. അതിൽ ഏറ്റവും പ്രധാനം കുക്കുറേയുടെ വരവാണ്. കാരണം
അയാൾ ഓൾറെഡി പ്രൂവ്ഡ് പ്ലെയറാണ്. പിന്നെ കുക്കുറയെ വരുന്ന സമയത്ത് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല. വേൾഡ് കപ്പോടെ കുക്കുറയെ തൻ്റെ റേഞ്ച് ഒന്നുകൂടി ഉയർത്തി. പിന്നീട് വന്നത് ബെർണാഡോ സിൽവയും ഇബ്രാഹിമെ കൊണാറ്റയും. കൊണാറ്റ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ തന്നെ റൂമർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ കൊണാറ്റയെ ഞങ്ങൾക്ക് വേണ്ടാന്ന് റയൽ പറഞ്ഞു. ബെർണാഡോ സിൽവ അദ്ദേഹത്തിന് ഒരു പ്രൈമിലൊന്നല്ല, എന്നാൽ പോലും ഫ്രീ ട്രാൻസ്ഫറിൽ വന്നത് നോക്കുമ്പോൾ നമുക്കൊരു നല്ല ഡീലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ വന്നാൽ ഇവരൊക്കെ എവിടെ കളിപ്പിക്കും, ആരൊക്കെ മാറ്റി നിർത്തും എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം. അതായത് റയൽ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോയ 4 പ്ലെയേഴ്സിനെ എക്സാക്ട് റെപ്ലിക്കനെ റീപ്ലേസ് ചെയ്യിപ്പിച്ചു എന്നുള്ള. റൈറ്റ് ബാക്കിൽ നല്ലൊരു ഓവർലാപ്പിംഗ് പ്ലെയർ, ക്യാപ്റ്റൻ മെൻറ്റാലിറ്റി, ഒരു ഫിസിക്കൽ പ്ലെയർ കാർവഹാലിനെ പോയി. പകരം കൊണ്ടുവന്നത് ഡംഫ്രീസിനാണ്. സെയിം പൊട്ടൻഷ്യലാണ്. നമ്മളൊരു എക്സ്പീരിയൻസിൻ്റെ മാറ്ററേ ഉള്ളൂ, ഒരു ഏജിൻ്റെ എക്സ്പീരിയൻസിൻ്റെ മാറ്ററേ ഉള്ളൂ. പക്ഷേ ഓവർലാപ്പ് ചെയ്യുന്ന, ഫിസിക്കലായിട്ട് കളിക്കാൻ പറ്റുന്ന എക്സാക്ട് ടിറ്റോ പ്ലെയറാണ് ഡംഫ്രീസ് എന്നുള്ളത്. 2 സെൻട്രൽ ബാക്കിൽ അലാബ പോയി, അപ്പോൾ കൊനാറ്റേനെ വന്നു. ഞാൻ വിശ്വസിക്കുന്നത് കൊനാറ്റയും അലാബയും ഒരേപോലെയാണ്. അത് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. എഡർ മിൽറ്റാവോയും റൗൾ അസെൻസിയോയും ഡീൻ ഹ്യൂസനൊക്കെ ഉള്ളിടത്ത് ഒരുപക്ഷെ കൊനാറ്റ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൊനാറ്റ ഒരു റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ, അലാബ ഇരുന്ന പോലെ തന്നെ ഒരു ബെഞ്ചിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ എന്ന നിലക്ക് ഓക്കെയാണ്. 3 കുക്കുറയാണ്. കുക്കുറയൊക്കെ വന്നത് കുക്കുറ വന്ന ശേഷമാണ് ആ പ്ലെയർ എക്സിറ്റ് ആയതെന്നേ ഉള്ളൂ. അതായത് ഫ്രാൻ ഗാർഷ്യയാണ്. ഫ്രാൻ ഗാർഷ്യ റയൽ ബെറ്റിസിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പിന്നെ ഉണ്ടായിരുന്ന 2 ഓപ്ഷൻ, ഒന്ന് ഫെർലാൻ മെൻഡിയും മറ്റൊന്ന് അൽവാരോ കരാറാസുമാണ്. കരാറാസ് കഴിഞ്ഞ വർഷം നന്നായി കളിച്ചെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നത് ഫ്രാൻ ഗാർഷ്യ പോയതുകൊണ്ട് തന്നെ കുക്കുറയ ഇനിയൊരു സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ആവുകയും കരാറാസ് ബെഞ്ച് ചെയ്യപ്പെടുകയും തേർഡ് പ്രയോറിറ്റിയിലേക്ക് മാത്രം ഫെർലാൻ മെൻഡി പോകുമെന്നുള്ളതാണ്. പിന്നെ അവസാനം നമുക്ക് ബെർണാഡോ സിൽവ എന്നുള്ളത്. ബെർണാഡോ സിൽവ ഞാൻ വിശ്വസിക്കുന്നത് മൗറീനോയുടെ പിക്കാണ്. മൗറീനോക്ക് എന്നും ഒരു താല്പര്യമുള്ള പോർച്ചുഗീസ് ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെർണാഡോ സിൽവ ഫ്രീ ട്രാൻസ്ഫർ ഓപ്ഷൻ ആണെന്നുള്ളതുകൊണ്ട് തന്നെ പെരസിനും താല്പര്യപ്പെടും. കാരണം ഒരു ബിഗ് ട്രാൻസ്ഫർ എമൗണ്ട് കൊടുക്കണ്ട, സാലറി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ബെർണാഡോ സിൽവ എടുത്തതാണെങ്കിൽ ഡാനി സബയോസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. ഒരു 30+ പ്ലെയർ, ബെഞ്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള, നമ്മൾ പറഞ്ഞ പോലെ ഈ ഓഫ് ടൂർണമെൻറ്റ്സ് ഉണ്ടല്ലോ, കോപ്പ ഡെൽ റേ പോലത്തെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ്സിലൊക്കെ സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പം ഒരു എക്സാക്ട് റീപ്ലേസ്മെൻ്റ് ആണ് റയൽ നോക്കിയത്. എന്നിരുന്നാൽ കൂടി ഏജ്ഡ് പ്ലെയേഴ്സിലപ്പുറത്തേക്ക് കുറച്ചും കൂടിയും ഇപ്പോൾ നന്നായി ഈ ഒരു വേൾഡ് കപ്പിൽ നന്നായി കളിച്ച കുറച്ച് നല്ല താരങ്ങൾ എടുക്കാൻ പറ്റി എന്നുള്ളത്. ഇപ്പോൾ ഡംഫ്രീസിനെയും കുക്കുറയും പ്രത്യേകിച്ച് ഇവർ ഈ ഒരു വിങ് ബാക്ക് അല്ലെങ്കിൽ ഡിഫൻസ് ഒന്നുകൂടി സോളിഡ് ആക്കുക എന്നുള്ള ഉദ്ദേശം പ്രോപ്പറായി എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ്ഫറിലൂടെ ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിനി ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടങ്ങാം. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. മറ്റ് ആരാധകർക്ക് എതിർപ്പുണ്ടായെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകൾ എന്ന് പറയുന്നത് ഒന്ന് ആൻഡ്രി സാൻഡോസ് ആണ്. ചെൽസിയിൽ നിന്ന് 50 മില്യണിനാണ് വന്നത്. പിന്നെ ടെലമെൻസ് ബെൽജിയത്തിൻ്റെ ആളാണ്. പിന്നെ ടൈനാൻ തോംസൺ എന്ന് പറയുന്ന ടോട്ടനത്തിൻ്റെ ഒരു യൂത്ത് പ്ലെയറിനെത്തി. പിന്നെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള യുണൈറ്റഡിൽ നിന്നുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് കസമിറോ പോയി. അപ്പോൾ കസമിറോയ്ക്ക് പകരം വരേണ്ടിരുന്നത് നമ്മുടെ ബ്രസീലിൻ്റെ എഡേസൺ ആയിരുന്നു. അത് ഏറെക്കുറെ ഡീൽ ഉറപ്പിച്ചതായിരുന്നെങ്കിലും മെഡിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടതോടെയാണ് യുണൈറ്റഡ് മറ്റൊരു പാത നോക്കിയത്. എനിക്കൊന്ന് യുണൈറ്റഡിന് 1-2 ട്രാൻസ്ഫർ ടാർഗറ്റുകൾ ഉണ്ടാകും. പക്ഷേ യുണൈറ്റഡിനെ കുറിച്ച് പറയുമ്പോൾ യുണൈറ്റഡ് ഓൾറെഡി കഴിഞ്ഞ ട്രാൻസ്ഫറിൽ നന്നായി സ്പെൻഡ് ചെയ്ത ടീമാണ്. കാരണം സാധാരണയായിട്ടൊരു നമ്മളൊരു 10 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ യുണൈറ്റഡ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും വേസ്റ്റായിട്ട് ഇടപെടുന്ന ടീമായിരുന്നു. കാരണം അവർ ഭയങ്കര പൈസക്ക് എത്തിച്ച പലരും വമ്പം ഫ്ലോപ്പായി. ഇപ്പോൾ ആൻ്റണിയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു ലിസ്റ്റിന് ബോംബ് സ്ക്വാഡ് എന്നൊക്കെയാണ് BBC ഒക്കെ വിളിക്കാറുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം ട്രോൾ ചെയ്യപ്പെട്ട ട്രാൻസ്ഫർ പോളിസികളായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നത് ശരിക്കും റൂബൻ അമോറിമിൻ്റെ വരവോടെയാണ്. റൂബൻ അമോറിം വന്നതിന് ശേഷമുള്ള ട്രാൻസ്ഫറുകളൊക്കെ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണിൽ വന്ന എംബ്യൂമോ, മത്യൂസ് കുന്യ, ഒരാൾ കൂടി ഉണ്ട് ബെഞ്ചമിൻ സെസ്കോ ആദ്യത്തെ കളി കുറച്ച് നിറമെങ്കിലും സെസ്കോയും പിന്നീട് ഫോമിലെത്തി. പിന്നീട് അവരുടെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അവരുടെ കീപ്പറായിരുന്നു, നമ്മുടെ ബെൽജിയത്തിൻ്റെ സെന്നെ ലാമൻസ്. കാരണം യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒന്നായിരുന്നു ഗോൾ കീപ്പറുടെ ട്രാൻസ്ഫറുകൾ. അതിനു മുമ്പ് വന്ന ഒനാനയ്ക്ക് ഒരു ട്രോൾ മെറ്റീരിയലായിട്ടാണ് മടങ്ങിയത്. അപ്പോൾ യുണൈറ്റഡ് കഴിഞ്ഞ ട്രാൻസ്ഫറിൽ നന്നായി സ്പെൻഡ് ചെയ്തുകൊണ്ടും പിന്നെ ക്യാരിക്കിൻ്റെ ഒരു ലാസ്റ്റ് ടെനർ നമുക്കറിയാം നല്ല സക്സസ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു കണ്ടിന്യൂ ചെയ്യുന്ന എനിക്ക് പറഞ്ഞു. അപ്പോൾ വലിയ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. പക്ഷേ എലിയട്ട് ആൻഡേഴ്സണൊക്കെ ആദ്യം യുണൈറ്റഡ് നോക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് യുണൈറ്റഡിനെ കുറിച്ച് നൂറൊക്കെ എന്തെങ്കിലും അടയുണ്ടെങ്കിൽ പറയാം. എലിയറ്റ് ആൻഡേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കസമേറോ എന്നുള്ള ആ ഒരു സ്പോട്ടിലൊരു നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദ്യചിഹ്നം തന്നെയാണ്, അതായത് കസമേറോയുടെ പൊസിഷൻ ആര് റീപ്ലേസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ മേ ബി അവരുടെ ഒരു സ്ട്രാറ്റജിയിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ ആവാം. ഇപ്പോൾ വരുന്നൊരു പ്ലെയറാണ് ബെൽജിയത്തിൻ്റെ ടെലിസ്മാൻ. ആൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബോക്സ് ടു ബോക്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള റോളിൽ
ആൾക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ആളുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ, ഇപ്പോൾ ഈ ബെൽജിയത്തിൻ്റെ ഒരു വേൾഡ് കപ്പ് റണ്ണ് തന്നെ പല ഒരു അറ്റാക്കിന് ഇനീഷ്യേഷനും കോൺട്രിബ്യൂഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ടെലിസ്മാനാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ആളൊന്നും കൂടെ മേ ബി ഡീപ്പായിട്ട് കളിപ്പിക്കാം, അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് കളിപ്പിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറച്ച് യുണൈറ്റഡിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ. നമുക്കൊരു അറൗണ്ട് ഒരു 40 ഡേയ്സിൻ്റെ അടുത്ത് ഉണ്ട് ട്രാൻസ്ഫർ വിൻഡോ. കാരണം യുണൈറ്റഡിൻ്റെ ടാർഗറ്റ്സ്, യുണൈറ്റഡിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരുമ്പം ആകെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് മിഡ്ഫീൽഡിലാണ്. കാരണം കസമിറോ പോവാണ്, ഉഗാർട്ടെ പുറത്താക്കാൻ അല്ലെങ്കിൽ മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇനി ഉഗാർട്ടെ കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഉഗാർട്ടെ പരിക്ക് പറ്റി പുറത്തിരിക്കുകയാണ്. ഉഗാർട്ടേക്ക് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻട്രൽ മിഡ്ഫീൽഡിൽ നന്നായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എലിയറ്റ് ആൻഡേഴ്സൺ, സാൻഡ്രോ ടൊണാലി, മത്തിയോസ് ഹെർണാണ്ടസ് തുടങ്ങി ഒരുപാട് പേരുകൾ യുണൈറ്റഡ് ലിങ്ക് ചെയ്തിരുന്നു. അതിൽ മത്തിയോസ് ഹെർണാണ്ടസ് ടോട്ടനമിലേക്ക് പോയി, ടൊണാലി ടോട്ടനമിലേക്ക് പോയി. വന്ന എഡേഴ്സൺ ആണെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ്, രണ്ടാമത്തെ മെഡിക്കൽ ടെസ്റ്റിൽ ഫെയിലായിട്ട് തിരിച്ചു കൊണ്ടി വന്നു. ഇപ്പോൾ കൊണ്ടുവന്ന ആന്ത്രോ സാന്റോസ് നല്ലൊരു പ്ലെയറാണ്. ടെലമെൻസ് ഓക്കെ, ടെലമെൻസിൻ്റെത് ഏറ്റവും എടുത്ത് പറയേണ്ടത് സ്പെയിൻ ബെൽജിയം മത്സരത്തിൽ സ്പെയിനൊരു ഭയങ്കര അഡ്വാൻറ്റേജ് കിട്ടിയത് ടെലമെൻസ് പരിക്കേറ്റ് പുറത്തിരുന്നു എന്നുള്ളതാണ്. കാരണം വാമപ്പ് സെഷനിൽ ടെലമെൻസിന് പരിക്കുപറ്റുന്നു ആ ഒരു മത്സരങ്ങളിൽ. അതുകൊണ്ട് തന്നെ ബെൽജിയത്തിൻ്റെ മിഡ്ഫീൽഡിൽ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ നേരിടേണ്ടി വന്നില്ല സ്പെയിൻ എന്നുള്ള. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് അതാണ്, അവിടെ കളിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇനി ഫിറ്റിൻ്റെ ആവാൻ ഒരുപാട് സമയം എടുക്കില്ല. നമ്മൾ സാധാരണ പറയും പുറത്തൊരു ലീഗിൽ നിന്ന് ഒരു പ്ലെയർ വരുമ്പം പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു സോളിഡ് DMF കസമിറോ ചെയ്ത പോലൊരു റോള്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആങ്കർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ഇനിയും ഒരു പക്ഷേ യുണൈറ്റഡ് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അത് നമ്മൾ സിറ്റിയിലേക്ക് പോകാം. സിറ്റി പറഞ്ഞ പോലെ ഒരു പുതിയ യുഗത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം പെപ് ഗാർഡിയോള എന്ന് പറയുന്ന മഹാമേരു അവിടുന്ന് പോയി. 10 വർഷത്തോളം അവിടെ ഭരിച്ച ആളാണ്. കൊന്ന് ആ ഒരു പെപ്പിൻ്റെ കുട്ടികളൊക്കെ പോയി. കുറേ പേര് നേരത്തെ പോയി. കെവിൻ ഡി ബ്രൂയിനെ പോയി, കെയിൽ വാക്കർ പോയി. ഈ സീസണോടെ ഒരുപാട് പേര് പോയി. പക്കാഞ്ചി പോവാണ്, അക്കേ പോവാണ്, ബെർണാർഡോ സിൽവ ഓൾറെഡി പോയി. ഇനി ഹാളൻഡിനെ പോലെയുള്ള കുറച്ച് പേരുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പുതുയുഗം തയ്യാറെടുക്കുകയാണ് മരസ്ക കീഴിൽ. പക്ഷെ അവർ ഓഫ് കോഴ്സ് പ്രീമിയർ ലീഗിൽ ഏറ്റവും നല്ല ഒരു ഡീൽ തന്നെ അവർ നടത്തി. എലിയറ്റ് ആൻഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ക്ലബും കൊതിച്ച ഒരാളായിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് ബിഗ് പ്രൈസുമാണ്, 116 മില്യൺ. പക്ഷേ എനിക്ക് തോന്നുന്നത് സിറ്റിക്ക് എപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബിഗ് അഡ്വാൻറ്റേജ് ഉണ്ട്. പ്ലേയേഴ്സ് എപ്പോഴും ഓപ്ഷനായി കാണുന്ന അവരെയാണ്. നമ്മൾ പറയുമ്പോൾ സിറ്റി ഇതിന് മുമ്പേ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനുവരി ട്രാൻസ്ഫറിൽ ഏറ്റവും നന്നായി സൈനിങ് നടത്തിയതും അവരാണ്. ഇപ്പോൾ മാർഗുവേവിയൊക്കെ ഒരുപാട് റയലിനൊക്കെ എല്ലാവരും വാങ്ങിക്കൂടെ എന്ന് ചോദിച്ച പ്ലെയറായിരുന്നു. പക്ഷേ മാർഗുവേവിയെ സിറ്റിയാണ് ചൂണ്ടിയത്. വേറെയും എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അവർ എല്ലാ ട്രാൻസ്ഫറുകളും, അതായത് സമ്മർ ആയാലും വിൻ്റർ ആയാലും അവർ നന്നായി ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ അതിന് മുമ്പുള്ള ജനുവരി മാസത്തിലാണ് അവരോട് ഒരുപാട് പ്ലേയേഴ്സ് വന്നത്. ഒമർ മർമോഷനൊക്കെ പോലെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നത്. അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫസി ഈ സിറ്റിയെക്കുറിച്ച് കാണുന്നത്? എങ്ങനെ സിറ്റി ബെർണാർഡോ സിൽവയെ നമ്മൾ പലപ്പോഴും പൊസിഷൻ മാറ്റി പരീക്ഷിക്കുന്നത് കാണാറുണ്ടായിരുന്നു. അതായത് ബെർണാർഡോ സിൽവ എന്നൊരു അറ്റാക്കിംഗ് സോണിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിങ്ങറൊക്കെ ആയിട്ട് കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ അവർ ഈ സെമെന്യോ, ഡോക്കു പോലത്തെ സ്പീഡി വിങ്ങേഴ്സ് കിട്ടിയതോടുകൂടി ബെർണാർഡോ സിൽവയെ ഒരു റോഡ്രിക്കൊപ്പം പെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു റോഡ്രി ഇല്ലാത്തപ്പോൾ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലൊക്കെ ചെയ്യാൻ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് അതൊരു ഫെയിലിയർ അറ്റംപ്റ്റ് ആയിരുന്നു. പെപ് ഗാർഡിയോളക്ക് പ്രത്യേകിച്ച് പാളിപ്പോയ പല ഡിസിഷൻസ് എല്ലാം ഒന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻട്രൽ മിഡ്ഫീൽഡർ അത്യാവശ്യമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എലിയറ്റ് ആൻഡേഴ്സൺ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അറിയില്ല പെപ്പിനെ കാണിച്ച് വാങ്ങിക്കാൻ നോക്കുക എന്നുള്ള രീതി. പെപ്പ് പോകുമെന്നുള്ളതൊരു വാർത്തകളായിട്ട് നിൽക്കുന്നു. പെപ്പിനെ കാണിച്ച് ഏതാണ്ട് അവർ പറഞ്ഞുറപ്പിച്ചൊരു ഡീലായിരുന്നു അത്. പക്ഷേ പെപ്പ് ഇറങ്ങി പെപ്പിനോളം അല്ലെങ്കിൽ പെപ്പിന്റെ ഒരു പാത പിന്തുടരുന്ന മരസ്കയാണ്. നമ്മുടെ റോഡ്രിഗോ റൂമർ സ്റ്റിൽ സിറ്റിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. എന്താണ് ഫസിന്ന് തോന്നുന്നത്? റോഡ്രിഗോ ഒരു പക്ഷേ പരീക്ഷിക്കാൻ സാധ്യത കുറവാണ്. കാരണം ആളൊരു വലിയ ഇഞ്ചുറി കാരണം പുറത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലോകകപ്പ് കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റോഡ്രിഗോക്കൊരു കീ എലമെന്റ്, അല്ലെങ്കിൽ റോഡ്രിഗോക്ക് ഇനി പർച്ചേസ് ചെയ്യാൻ മരസ്കയാണ്. പെപ്പിനൊരു പക്ഷേ താല്പര്യപ്പെട്ടൊരു പ്ലെയർ ആയിരിക്കാം റോഡ്രിഗോ. പക്ഷെ ഇനി മരസ്കയുടെ ഗുഡ് ബുക്കിലേക്ക് റോഡ്രിഗോ കയറണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇനി എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ റയലിൽ ഒരു പക്ഷേ വലിയൊരു എക്സിറ്റുകൾ പറഞ്ഞു കേൾക്കുന്നതിൽ ഇപ്പോൾ റോഡ്രിഗോയുടെ പേര് കേൾക്കുന്നില്ല. പുറത്തേക്കുള്ള വാതിൽ മുമ്പ് റോഡ്രിഗോയുടെ പേര് ഭയങ്കര വലിയ ചർച്ചയായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ലാത്തത് കൊണ്ട് റോഡ്രിഗോ പോകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ റോഡ്രി സിറ്റി വിടുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ റൂമർ ഭയങ്കര അതാണ്. അതുകൊണ്ട് തന്നെ സിറ്റിക്കും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. റോഡ്രി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ മറ്റൊരു നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ അവരും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് മാഞ്ചസ്റ്റർ ക്ലബ്ബുകൾക്ക് ഇനി ഡിഫൻസീവ് പ്ലെയേഴ്സിനെ വേണ്ടി ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. നമ്മൾ മറ്റു ക്ലബ്ബുകളും കൂടി ഒന്ന് ഓടിച്ചു പോകാന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഐസലിലാണ്. ഐസലിൽ നമുക്കറിയാം ഹിൻകാപ്രിയാണ് അവർ വന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ലോണിൽ കളിച്ച് ഇക്വഡോറിയൻ പ്ലെയർ ആയിരുന്നു ലെവർക്യൂസനിൽ വന്നത്. അതവരെ പെർമനൻറ്റ് ഡീലാക്കി. പിന്നെ അവരുടെ ഒരുപാട് ഗോസിപ്പുകൾ കേൾക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആൾ ബർക്കോള വരും എന്നുള്ളതാണ്.
പിന്നെ ബ്രൂണോ ഗിമരായസിനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആഴ്സണലും കഴിഞ്ഞ ട്രാൻസ്ഫറിൽ അത്യാവശ്യം നന്നായി സ്പെൻഡ് ചെയ്തതാണ്. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കർ ഇല്ലാത്തതായിരുന്നു. അവിടേക്കാണ് വിക്ടർ യോക്കറസിനെ കൊണ്ടുവന്നത്. പിന്നെ എസെ വന്നു, പിന്നെ മധുവക്ക ചെൽസിയിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ആഴ്സണൽ ഓൾറെഡി നമ്മുടെ ഫ്രാൻസ് ടീമിനെ പോലെയാണ്, ഭയങ്കര സ്കോർ ഡെപ്തുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ കാര്യമായിട്ട് 1-2 ടാർഗറ്റുകൾ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അവരൊരു ഗോൾ കീപ്പർ എത്തിച്ചിട്ടുണ്ട് റയക്ക് ബാക്കപ്പായിട്ട്. അതും നമുക്കറിയാം ബാക്കപ്പ് തന്നെ ആയിരിക്കും റയ അവിടെ ഉണ്ടാകുമ്പോൾ. പിന്നെ ലിവർപൂളിലേക്ക് പോകുമ്പോൾ അതും ഒരു പുതുയുഗം തുടങ്ങുകയാണ്, ഒരു ഇറയോള യുഗം തുടങ്ങുകയാണ്. ഒരു യുഗാന്ത്യം കൂടിയായിരുന്നു. ഒരു സലാഹ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഇത്രയും കാലം അതിൻ്റെ ഒരു ജീവനായിരുന്ന ഒരാൾ അവിടുന്ന് പോവുകയാണ്. ആൻഡി റോബർട്ട്സൺ പോയി, ഇബ്രാഹിം കൊണാറ്റെ പോയി. ഒരുപാട് ഒരു ഷിഫ്റ്റ് നടക്കുന്ന ക്ലബ്ബാണ്. ഇറിയോളൻ്റെ ഒരു കരിയർ ചിലപ്പോൾ പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ നോർമലി കാണുന്ന ആളുകൾക്ക് ബോർൺമൗത്തിൽ എനിക്കൊന്നു അവരുടെ ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് അവരൊരു 6th പ്ലേസ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് ആദ്യമായിട്ടാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നത്. അതൊക്കെ ഇറിയോളൻ്റെ അണ്ടറിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ലിവർപൂൾ എന്നുള്ളൊരു ക്ലബ്ബ് ഇപ്പോൾ ഈ ഒരു സീസണിൽ നല്ലൊരു ഡിപ്പിലോട്ടാണ് പോയത്. അപ്പോൾ അതെന്തുകൊണ്ടും ഇറിയോള പോലത്തെ ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്കത് ക്ലോപ്പൊക്കെ വന്ന ടൈമിലൊരു പുതുക്കിപ്പണിയിൽ നടത്തിയ പോലെ ഇറിയോളക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളതിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ട്രോൾ ചെയ്യുന്ന 2 ക്ലബ്ബുകൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. 2 ലണ്ടൻ ക്ലബ്ബുകളാണ്. ഒന്ന് ടോട്ടനം ഹോട്ട്സ്പർ, നമ്മൾ ഇംഗ്ലണ്ടിലെ കേരള ബ്ലാസ്റ്റേഴ്സാണ്. സ്ഥിരം പിന്നെ കപ്പില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഒരു യൂറോപ്പ ലീഗ് അടിച്ചു മാറ്റി നിർത്തിയാൽ പിന്നെ മാനേജ്മെൻറ്റിനെതിരെ സ്ഥിരം പ്രതിഷേധങ്ങൾ നടത്തുന്നവരാണ്. മറ്റേ റിച്ചാർഡ് ലെവി അല്ലേ, അവരുടെ ഓണറുടെ പേര്, അയാൾക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ബാനർ ഉണ്ടാകുന്നതാണ്. 90 years എത്രയോ 25 മാനേജേഴ്സ് അങ്ങോട്ടാണ് 0 ട്രോഫീസ് എന്ന് പറയുന്നിട്ട് ബാനർ കാണുന്നതാണ്. സ്റ്റേഡിയത്തിലേക്ക് പോവാത്ത പ്രൊട്ടസ്റ്റുകളുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ഫറിൽ ഒരു ഭീകരമായ സ്പെൻഡിങ്ങുകളാണ്. ഒന്ന് സാൻഡ്രോ ടൊണാലി ഭീകരമായ പൈസക്കാണ്. പിന്നെ ആൻഡി റോബർട്ട്സൺ ലിവർപൂളിൽ നിന്ന്, അത് ഫ്രീ ട്രാൻസ്ഫറാണ്. മാർക്കോ സെനേസിയെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ മത്യൂസ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന വെസ്റ്റ് ഹാമിൻ്റെ പ്ലെയറെ 85 million ആണ്. ഒക്കെ ബിഗ് സ്പെൻഡിങ്സ് ആണ് പിന്നെ ടോട്ടനത്തിനുള്ളത്. ഇനി നമ്മൾ ചെൽസിയിലേക്ക് പോയാൽ ചെൽസിയാണ് ശരിക്ക് മറ്റൊരു ടീം. അതും ഒരു നെക്സ്റ്റ് എറയിലേക്ക് കിടക്കണം. ഭയങ്കര പ്രീമിയർ ലീഗിൽ ഷിഫ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെപ്പ് പോയി, പിന്നെ യുണൈറ്റഡിൽ ക്യാരക്ക് യുഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 2-3 മാസത്തെ പരിചയമുള്ളൂ. ലിവർപൂൾ മാറുന്നു, ചെൽസി മാറുന്നു, ടോട്ടനം പുതിയ പ്ലേയേഴ്സ് വന്ന് മാറുന്നു. അങ്ങനെ ഒരു ഷിഫ്റ്റാണ്. അപ്പോൾ ചെൽസിയിലേക്കുള്ള പ്രധാന പ്ലേയേഴ്സ് ഒന്ന് മോർഗൻ റോജേഴ്സ് ആണ്. 117 million എന്നുള്ള ബിഗ് സ്പെൻഡിങ് ആണ്. പിന്നെ ജിയോവാനി കൊണ്ടെന്ന് പറയുന്ന സ്പോർട്ടിങ്ങിൻ്റെ പ്ലെയർ ഉണ്ട്. പിന്നെ മാർക്കോ പലാസ്ട്ര. പിന്നെ പ്രധാനപ്പെട്ട അവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് കുക്കുറയ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ആൻഡ്രെ സാന്റോസ് യുണൈറ്റഡിലേക്ക് പോയി. അപ്പോൾ എങ്ങനെയാണ് ഈ 2 ക്ലബ്ബുകളെ കുറച്ചുകൂടി പറഞ്ഞത്? അതിൽ ടോട്ടനാമിൻ്റെത് എന്ന് വെച്ചാൽ ടോട്ടനാം നമ്മളെ ഒരു യൂറോപ്പ ലീഗ് അടിച്ചപ്പോൾ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഒരു നന്നായി ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും പിന്നെയും അവർ നമ്മൾ പറഞ്ഞ പോലെ പിന്നെയും അതേപോലെ തന്നെ നമ്മൾ ഈ നാറാണത്തോളം തന്നെ വരിക കയറി മേലെത്തിയെടുത്തും വീണ്ടും അടിയിലേക്ക് ഉരുട്ടിയിട്ടൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവരിപ്പം നല്ലൊരു കോച്ചിനെ കഴിഞ്ഞ സീസണിൻ്റെ അവസാനം ഡിസർബി എത്തിച്ചിട്ടുണ്ട്. ഡിസർബി പല വലിയ ക്ലബ്ബുകളുമായിട്ട് ലിങ്ക് ചെയ്തെങ്കിലും അദ്ദേഹം അപ്പുറത്ത് ഉടക്കി പോരുന്ന, അപ്പുറത്ത് താല്പര്യമില്ലാതെ ഇട്ടെറിഞ്ഞു പോകുന്ന ഇവിടെ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ ഡിസർബി ഹാസ് എ പ്ലാൻ. അയാൾക്കൊരു റീബിൽഡ് പ്ലാൻ ഉണ്ട്. കഴിഞ്ഞ വർഷം അവർക്ക് ജെയിംസ് മാഡിസണിനെ അവൈലബിൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ കുൽസോസ്കി പോലത്തെ നല്ല താരങ്ങളൊന്നും അവർക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ താരങ്ങളുടെ ഒക്കെ കംബാക്കിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്ട്രോങ് സ്ക്വാഡ് ഡെവലപ്പ് ചെയ്തത്. അതിൽ ഞാൻ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത് മത്യോസ് ഫെർണാണ്ടസിനെയും സാൻഡ്രോ ടൊണാലിയും ഒരുമിച്ച് പർച്ചേസ് ചെയ്തു. അവർക്ക് ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരു ടൈറ്റ് കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള. 2 ആളും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡാണ്. ഇനി പുതിയ പാഠങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അപ്പോൾ ആ ഒരു കളീൻ്റെ പേസും ഒടുക്കും നിയന്ത്രിക്കാൻ അവരെ കൊണ്ടുവരുന്നു. ഇനി മാഡിസണും കൂടി വന്നു കഴിഞ്ഞാൽ അറ്റാക്കിങ്ങിലേക്കും ബോൾ സപ്ലൈ വരുന്നു. പിന്നെ ഓൾറെഡി അവിടെ സാവി സിമൺസിനെ പോലെ താരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീമിൽ പെർഫോം ചെയ്തില്ലല്ലേ, അതായത് കഴിഞ്ഞ വർഷങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടനത്തിൻ്റെ പ്ലാനുള്ളത്. ചെൽസി നമുക്കറിയും പോലെ 100 million എന്നുള്ളത് അവർക്കൊരു മിനിമം പ്രൈസ് ടാഗാണ്. അവർ ഈ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ മുഡ്രിക്കിനെ പോലുള്ള താരങ്ങൾക്ക് പോലും 100 million അടുത്ത് ചിലവാക്കിയ ടീമാണ്. അവർക്ക് നമ്മൾ ഈ ഒരു വലിയ സ്പെൻഡ് എന്നുള്ളത് നമുക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. ഈ ബ്ലൂക്കോ വന്ന ശേഷം മണി സ്പെൻഡിങ്ങിൽ അവർക്കൊരു ലിമിറ്റൊന്നുമില്ല. അവർക്ക് തോന്നുന്ന പ്ലെയറിനെ ടാർഗറ്റ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ലണ്ടൻ ക്ലബ്സ് തമ്മിൽ ഒരു റൈവലറി ഉണ്ട്. അപ്പം അപ്പുറത്ത് പ്രത്യേകിച്ച് ആർസനലിൽ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് റോജേഴ്സിനെ പറഞ്ഞു കയറ്റുന്നത്. എന്നാൽ ശരി നമുക്ക് വാങ്ങിയേക്കാം എന്നുള്ള രീതിയിലാണ് അവർ വാങ്ങുന്നത്. ഇവരിവിടെ എവിടെ യൂസ് ചെയ്യും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പക്ഷേ മോർഗൻ റോജേഴ്സ് ഒരു പക്ഷേ ഈ കോൾ പാർമറിൻ്റെ ഒക്കെ പൊസിഷൻ പോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ നന്നായി കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ആ റോളിൽ എന്തായാലും പാൽമറിനെ മാറ്റി പരീക്ഷിക്കില്ല. പകരം ലെഫ്റ്റിലേക്ക് അവർക്ക് ഈ സാൻജോ അതുപോലെ ഗർണാച്ചോ ഒക്കെ കളിക്കുന്ന ലെഫ്റ്റ് വിങ് എന്നുള്ള പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഏറ്റവും പ്രയർ ഓപ്ഷനായിട്ട് ഒരുപക്ഷെ ഇയാൾ മാറിയേക്കാം എന്നുള്ളതാണ്. ഇതിൽ ഈ ആർസനലിനാണ് ഈ മോർഗൻ റോജേഴ്സ് നഷ്ടമായത്. പക്ഷേ ആർസനലിൽ അവിടെ ആളെ ഉദ്ദേശിച്ചിരുന്നത് ട്രൊസാർഡ് പോകുന്ന ഗ്യാപ്പിലേക്കാണ്.
ആ ട്രൊസാർഡ് Left പോകുന്ന wing-ലേക്ക്. ലെഫ്റ്റ് വിങ്ങിലേക്കാണ് റോജേഴ്സിന് അവരും ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അവർ ബാർക്കോളൊക്കെ പിന്നാലെ പോകുന്നത്. ആ ഒരു വിങ്ങർ സോണിൽ അവർക്ക് നല്ലൊരു പൊസിഷൻ, നല്ലൊരു പ്ലെയർ അത്യാവശ്യമാണ്. നമുക്ക് എസ്എയും സാക്കയൊക്കെ 2 വിങ്ങുകളിലൊക്കെ കളിക്കുന്നവരൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവർക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ, നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന നിലക്കാണ് അവർ ബാർക്കോളൊക്കെ പിന്നാലെ പോകുന്നത് എന്നുള്ള. നൂറൊക്കെ എന്തെങ്കിലും കമൻസ് ഈ ഉണ്ടായിരുന്നു? ടോട്ടൻഹാമിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പൊതുവേ ഒരു അതായത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഈ ടൊണാലിനെ പോലത്തെയും മത്യാസിനെ പോലത്തെയൊക്കെ പ്ലെയേഴ്സ് വരുമ്പം ലൈക്ക് അവരുടെ ഒരു ഇനി എത്രത്തോളം ആ ടീം ട്രാൻസ്ഫർ ആ ഒരു ഇവരുടെ ഒരു ഗെയിം സ്റ്റൈലിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ടൊണാലിയും അതുപോലെ തന്നെ ഫെർണാണ്ടസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ യങ് ടാലൻസ് ആണെന്നുള്ളതാണ് മത്യാസ് ഫെർണാണ്ടസ്. അപ്പം ഒരിക്കലും ടോട്ടൻഹാം ഒരു ഷോർട്ട് ടേം പ്രൊജക്റ്റിലല്ല, ഒരു ലോങ് ടേം പ്രൊജക്റ്റ് തന്നെയാണ് അവർ എയിം ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ട്രാൻസ്ഫറിൽ നിന്ന് വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ട്രാൻസ്ഫർ വിശേഷങ്ങളുമായി മറ്റൊരു രീതിയിലിരിക്കാം.